ഓർത്ത ഞാൻ ദൈവത്തിന് നമ്മുടെ കർത്താവ് വളരെ നല്ല ദൈവമാണ്. അവൻ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. കരയുമ്പോൾ നമ്മളോടൊപ്പം കരയുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന ദൈവം. ദൈവത്തിന്റെ വചനം പറയുന്നു, ചതഞ്ഞ ഓട നമ്മുടെ ദൈവം ഒടിക്കുകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തിക്കളയില്ല. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുവാൻ ഒത്തുകൂടിയിരിക്കുന്ന ദൈവജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. നിങ്ങൾ പാർക്കുന്ന ഭവനത്തിന്റെ അകത്ത് ഒരുപക്ഷെ നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു സൂം പ്ലാറ്റ്ഫോമിന്റെ പിമ്പിൽ ഒരു ഡിവൈസിന്റെ മുൻപിൽ നിങ്ങൾ ഇരിക്കുകയാണ് എന്നുള്ളൊരു ബോധ്യമായിരിക്കും നിങ്ങൾക്കുള്ളത്. പക്ഷെ ഞാൻ പറയുന്നു, ഇന്ന് രാത്രി നിങ്ങൾ ഡിവൈസിന്റെ മുൻപിൽ ഇരുന്നാലും ശരി, എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ ഇരിക്കുന്ന ഇടത്തുണ്ട്. അവിടെ ദൈവം ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടാൻ പോവുക. എന്റെ പേര് ബിജു ജോൺ. ഞാൻ പത്തനംതിട്ട കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് ജനിച്ചു വളർത്തപ്പെട്ട ഒരു മനുഷ്യനാണ്. എന്റെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു ഓർത്തഡോക്സ് സഭ വിശ്വാസിയായിരുന്നു. എന്റെ മാതാവ് എന്റെ ജനന സമയത്ത് തുമ്പമൺ പള്ളിയുടെ ത്രോണോസിൽ എന്നെ വെച്ചുകൊണ്ടൊരു പുരോഹിതനാകാൻ വേണ്ടി നേർച്ച നേർന്നു. എന്നാൽ കാലത്തിന്റെ നീക്കത്തിൽ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്കും ലോകത്തിന്റെ സുഖങ്ങളിലേക്കും കടന്നുപോയി. എന്റെ 21-ാമത്തെ വയസ്സിൽ ജീവിതം തകർന്നവനായി, ആത്മഹത്യ ചെയ്യുവാനായി ബ്ലേഡും എടുത്തു വെച്ചുകൊണ്ട് കൈയുടെ ഞരമ്പ് മുറിച്ചു മരിക്കുവാൻ ഭവനത്തിന്റെ അകത്ത് ഇരിക്കുമ്പോൾ ആ പ്രഭാതം അറിയാതെ ഉറങ്ങിപ്പോയി എന്റെ മാതാവ് വന്ന് എന്നെ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, കുഞ്ഞെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, തള്ളെ, നിങ്ങളുടെ ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കുവാൻ കഴിയുകയില്ല, പിന്നെ എങ്ങനെയാണ് എന്നെ രക്ഷിക്കുവാൻ കഴിയുന്നത്? വളരെ ദുഃഖത്തോടെ എന്റെ മാതാവ് പോയി ഇരുന്ന് പ്രഭാത പ്രാർത്ഥന പ്രാർത്ഥിച്ച് റേഡിയോ ഓൺ ചെയ്യുമ്പോൾ അന്നത്തെ പ്രശസ്ത സുവിശേഷകനായിരിക്കുന്ന ഡോക്ടർ KP യോഹന്നാൻ ആത്മീയാത്ര എന്ന് പറയുന്ന റേഡിയോ പ്രഭാഷണത്തിലൂടെ ഇപ്രകാരം സംസാരിപ്പാനിടയായിരുന്നു, കുഞ്ഞെ, കഴിഞ്ഞ രാത്രി നീ ആത്മഹത്യ ചെയ്യുവാനായി തയ്യാറെടുത്തിരിക്കുന്നാൽ അതിന്റെ ആവശ്യമില്ല, യേശു നിന്നെ സ്നേഹിക്കുന്നു. ഒന്ന്, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്. രണ്ട്, ഞാൻ മദ്ബഹായിലെ ശുശ്രൂഷകനായിരുന്നു. 3, ഞാൻ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി ആയിരുന്നു. 4, ഞാൻ സുവിശേഷ സംഘത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും യേശുവിനെ വ്യക്തിപരമായി എന്റെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ട ഒരു സാഹചര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ പാപത്തിന്റെ അധീനതയിലേക്ക് കടന്നുപോയപ്പോൾ ഈ വിശ്വാസങ്ങളൊന്നും എന്റെ കർത്താവിനെ കണ്ടുമുട്ടുവാൻ തുണച്ചില്ലെന്നാൽ ഒരു പ്രഭാഷകന്റെ പ്രഭാഷണം എന്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാനിടെ തീർന്നു. ആ പ്രഭാതത്തിൽ എന്റെ യേശുവിനെ ഞാൻ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചു. ഞാൻ ഇരുന്ന മുറിക്കുള്ളിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിച്ചു, യേശുവെ, യഥാർത്ഥത്തിൽ നീ ദൈവമാണെങ്കിൽ എന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞപ്പോൾ ആ സ്പോട്ടിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരികയും അതിശക്തമേറിയ ആത്മസാന്നിധ്യത്തിൽ ഞാൻ നിറയുകയും എന്റെ ജീവിതം സമ്പൂർണമായി കർത്താവിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്തു. എന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടവനായി ഇറങ്ങിയ എന്നെ ആത്മീയാത്ര പ്രസ്ഥാനത്തിൽ 10 വർഷം അവിടെ നിൽക്കുവാനും ആ സമയത്ത് തന്നെ എന്റെ ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം അവിടെ പൂർത്തീകരിക്കുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ജീവിത പങ്കാളി എനിക്ക് ദൈവം നൽകി. 2 തലമുറകളെ കർത്താവ് നൽകി. എന്റെ മകൾ സുവിശേഷ വേലയിലായിരിക്കുന്നു. അവൾ ഭർത്താവും ഹൈദരാബാദിലുള്ള ഹോപ്പ് ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററും അവൾ ഇവിടുത്തെ അഡ്മിനായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അത് ജോയിസ് മേയർ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടുള്ള ചർച്ച് മിനിസ്ട്രിയാണ്. അതിന്റെ ഭാഗമായി എന്റെ മകളും മരുമകനും അവിടെ പ്രവർത്തിക്കുന്നു. എന്റെ മകൻ ബാംഗ്ലൂർ പട്ടണത്തിൽ എന്നോടൊപ്പം തന്നെ ശുശ്രൂഷയിലായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഇംഗ്ലീഷ് ചർച്ചിന്റെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് പ്രവർത്തിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു സ്കൂളിന്റെ മ്യൂസിക് ഇൻസ്ട്രക്ടറായിട്ടും പ്രവർത്തിക്കുന്നു. കുടുംബമായി കർത്താവിന്റെ വേലയിൽ കർണാടകത്തിലായിരിക്കുന്നു. വളരെ അവിചാരിതമായിട്ട് ഹാർവസ്റ്റ് ടിവിയുടെ ചെയർമാൻ ആയിരിക്കുന്ന ബ്രദർ ബിബി എന്നെ അമേരിക്കയിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിന്റെ അമേരിക്കയുടെ ഹാർവസ്റ്റ് TV USA ഭാഗമായി ഇവിടെ ചില കോൺഫറൻസുകളിലൊക്കെ മീറ്റിങ്ങുകൾ കോർഡിനേറ്റ് ചെയ്യും. ആ കൂട്ടത്തിൽ സഹകരിക്കുവാൻ വേണ്ടി എന്നെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ഈ ദേശത്ത് വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കർത്താവിന്റെ പൈതലെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ ദൈവമാണ്, ഈ ദൈവത്തിന്റെ ശക്തിയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ കാലങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിന്റെ പരുപരുത്ത കനൽ വഴികളിലൂടെ കടന്നു വരുമ്പോൾ ആരും ആശ്രയിപ്പാനില്ലാത്ത ഒരു കാലഘട്ടങ്ങളിൽ ആരും കാണാതെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കരഞ്ഞ കണ്ണുനീരിനെ തുരുത്തിൽ ശേഖരിച്ചു വെച്ച് മറുപടി തന്ന ദൈവം ഈ രാജ്യത്തിന്റെ അനുഗ്രഹങ്ങളിലേക്കും ഈ രാജ്യത്തിന്റെ നന്മകളിലേക്കും ഒരു പ്രവാസിയെ പോലെ കൊണ്ടുവന്നാലും അവൻ നിങ്ങളെ കൈവിടാത്തത് കൊണ്ടാണ് ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ പിൻപിലേക്ക് നിങ്ങൾ ഓരോരുത്തരും കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നല്ല. എന്റെ
യേശു നിങ്ങളെ തിരഞ്ഞെടുത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളെ കൂട്ടിവരുത്തിയത് കൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ പിൻപിലായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, ആളുകളുടെ ബാഹുല്യത്തിലല്ല, കടന്നു വന്നവരുടെ മനസ്സിന്റെ ഒരുക്കത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ അതുല്യമായ ശക്തി നിങ്ങളായിരിക്കുന്ന മണ്ഡലത്തിൽ വ്യാപരിക്കുക. ഇന്ന് രാത്രി കർത്താവിനെ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് റിസീവ് ചെയ്യുക, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് സ്വീകരിക്കുക. പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുക, ഇന്ന് രാത്രി ഈ സൂം പ്ലാറ്റ്ഫോം ഞങ്ങൾ ഇരിക്കുന്നെങ്കിലും ഞങ്ങളുടെ ഭവനത്തിന്റെ അകത്ത് അങ്ങേക്ക് സ്വാഗതം, ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്ക് അങ്ങേക്ക് സ്വാഗതം, ഞങ്ങളുടെ ജീവിത മണ്ഡലങ്ങൾ ഇന്ന് രാത്രി സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്ക്. ദൈവം അത്ഭുതങ്ങളെ ചെയ്യാനായിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി സംസാരിക്കുന്ന കർത്താവ് നിങ്ങളുടെ ആ സൂം പ്ലാറ്റ്ഫോമിന്റെ മുൻപിൽ, ആ ഡിവൈസിന്റെ മുൻപിൽ എന്റെ മകനെ, എന്റെ മകളെ എന്ന് വിളിച്ച് ചേർന്നിരിക്കുന്ന മനോഹരമായ കാഴ്ച നിങ്ങളുടെ ആത്മീയ കണ്ണുകൊണ്ട് കാണുവാൻ പോകുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും, നിങ്ങളോട് ഇടപെടും. എത്ര വലിയ തകർച്ചകളാണെങ്കിലും, ഏത് വലിയ നെടുവീർപ്പുകളാണെങ്കിലും, ആരും അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് വിങ്ങിപ്പൊട്ടുന്ന വേദനകൾ ഉണ്ടെങ്കിലും, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ സകല ഭാരങ്ങളെ മാറ്റി, പ്രതികൂലത്തിന്റെ അവസ്ഥകളെ മാറ്റി, നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് വെളിയിലെടുത്ത്, നിന്റെ ആന്തരിക മുറിവുകളെ ഉണക്കി നിന്നെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി ഓ ജീവനാധുരീബി ശന്തലെ റീഖാമാനബറ, യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. കർത്താവേ, അസാധാരണമായ ദൈവപ്രവൃത്തിയെ കൊണ്ട് ചിക്കാഗോ പട്ടണത്തെ ദൈവം തൊടാൻ പോകുന്നതിനായി സ്തോത്രം. അസാധാരണമായ ദൈവവാലക്കാരെ കൊണ്ട് ചിക്കാഗോ പട്ടണ ദൈവം നിർമ്മിക്കാൻ പോകുന്നതിനായി സ്തോത്രം. അസാധാരണമുള്ള പല പ്രാർത്ഥന വീരന്മാരെ കൊണ്ട് ചിക്കാഗോ പട്ടണത്തെ ദൈവം പിടിക്കാൻ പോകുന്നതിനായി സ്തോത്രം. ആത്മിക ഉണർവിന്റെ അമേരിക്കയിലെ ഈറ്റിലമായി ചിക്കാഗോ പട്ടണ ദൈവം മാറ്റാൻ പോകുന്നതിനാണ്. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് രാത്രിയിൽ കർത്താവേ അങ്ങത് ചെയ്യും. പ്രിയപ്പെട്ട കർത്താവിന്റെ പൈതലെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം നിങ്ങളായിരിക്കുന്നിടത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെട്ടെന്ന് ഒരു വേദഭാഗം വായിച്ച് നമുക്ക് ദൈവത്തിന്റെ വചനത്തെ ഒന്ന് ധ്യാനിക്കാം. നമുക്ക് സുപരിചിതമായിരിക്കുന്ന സങ്കീർത്തനം 23-ന്റെ 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 23-ാമത്തെ സങ്കീർത്തനം, അതിന്റെ 4-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. കൂരിരുൾ താഴ്വരയിൽ കൂടെ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. അഭിഷേകത്തിന്റെ തൈലക്കൊമ്പും എടുത്തുകൊണ്ട് ഈ ഷായിയുടെ ഭവനത്തിലേക്ക് ശൗമേൽ പ്രവാചകൻ ചെല്ലുമ്പോൾ ഉന്നതന്മാർ, മിടുക്കന്മാർ, കഴിവുള്ളവർ, ശൗലിന്റെ പടത്തലവന്മാർ ആ ഭവനത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ശൗമേൽ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഇവരല്ല ദൈവം കണ്ടിരിക്കുന്നത്, ഒരുവൻ കൂടെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഉണ്ടവൻ ആടുകളെ മേയിച്ചുകൊണ്ട് വനാന്തരത്തിലായിരിക്കണമെന്ന് പറഞ്ഞു. നോക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്തിരിക്കുന്ന നിർദ്ദേശപ്രകാരം തൈലക്കൊമ്പ്, അഭിഷേകത്തിന്റെ തൈലക്കൊമ്പ് നിറച്ചുകൊണ്ട് ദൈവത്തിന്റെ പ്രവാചകൻ ഇശായിയുടെ ഭവനത്തിൽ ചെല്ലുമ്പോൾ ശൗലിന്റെ പടത്തലവന്മാരായ ഉന്നതന്മാർ ആ ഭവനത്തിലുണ്ട്, മിടുക്കന്മാരുണ്ട്, കഴിവുള്ളവരുണ്ട്. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തത് ഇടയനായ മറവിടങ്ങളിലായിരിക്കുന്ന ദാവീദിനെയാണ്. ആ ദാവീദ് പറയുകയാണ്, ഞാൻ കൂരിരുളിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയാലും എനിക്ക് ഒരു ഭയവുമില്ല, കാരണം എന്നെ നയിക്കുന്ന ഒരു ശക്തിയുണ്ട്, എന്റെ ദൈവത്തിന്റെ ശക്തി. അവനൊരു ഇടയനെ പോലെ അവന്റെ വടിയും കോലും വെച്ച് എന്നെ നിയന്ത്രിക്കുകയാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുക, ഒരുപക്ഷെ നിനക്കൊരു അഡ്രസ് ഇല്ലായിരിക്കാം, നിന്നെ അറിയുവാൻ ആരുമില്ലായിരിക്കാം, നിന്റെ പിൻപിൽ നിൽക്കുവാൻ ആരുമില്ലായിരിക്കാം, നിന്റെ കൂടെ പ്രാർത്ഥിക്കുവാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെ അറിയുന്ന ഒരുവൻ നിന്റെ അടുത്തുണ്ട്, അവൻ നിന്നെ വടിയും കോലും കൊണ്ട് ആശ്വസിപ്പിക്കും, നീ നടക്കേണ്ടുന്ന വഴികളിൽ നിന്നെ നടത്തും. നീ വഴി അറിയാതെ പതറി നിൽക്കുമ്പോൾ ഇതാകുന്നു വഴി എന്ന ശബ്ദത്തോട് നിന്നെ ജയോത്സവമായി നടത്തുവാനിടയായിത്തീരും. ഹല്ലേലൂയ. നമ്മുടെ ദൈവം കൂരിരുളിന്റെ നടുവിൽ വഴി കാണിക്കുന്ന ദൈവമാണ്. അതായത് നമുക്കറിയാം, 55-ാമത്തെ സങ്കീർത്തനം 22-ാമത്തെ വാക്യം പറയുകയാണ്, നിന്റെ സകല ഭാരവും ദൈവത്തിന്റെ മേലിടണം, യഹോവയുടെ മേലിടണം. എന്നാൽ ഇന്ന് മനുഷ്യൻ ചെയ്യുന്നത് അവനവരുടെ ഭാരങ്ങളെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാ, ഭാരങ്ങളെ വഹിച്ചുകൊണ്ടുള്ള യാത്രയാ, അവരവരുടെ ഭാരങ്ങളെ തലയിൽ ചുമന്നുകൊണ്ടുള്ള യാത്രയാ. ഓരോ വ്യക്തികളെയും എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ജീവിതം. അതിനകത്തുള്ള എയർ
പുറത്തേക്ക് വരുവാൻ പ്രഷർ കുക്കറിന്റെ മേൽ ഒരു വിസിൽ അല്ലെങ്കിൽ എയർ പുറത്തു പോകാനുള്ള നാളിയുണ്ട്. എന്നാൽ മനുഷ്യർക്ക് അപ്രകാരമുള്ള സാവകാശമില്ല. വലിയ ഭാരം തലയിൽ ചുമന്നുകൊണ്ട് പോകുക. എന്നാൽ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ഭാരത്തെ വഹിക്കുവാനല്ല ദൈവം നിന്നെ ഇവിടെ ആക്കിയിരിക്കുന്നത്. ആ ഭാരം ഇറക്കി വെച്ച് ഭാരം വഹിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന യേശുവിന്റെ മേൽ നിന്റെ ഭാരങ്ങളെ ഇന്ന് രാത്രി ഇട്ടാൽ നിനക്ക് ആശ്വാസത്തോടെ വലിയ സമർത്ഥങ്ങളില്ലാതെ ദൈവത്തിന്റെ സ്ഥലം ജീവിക്കുവാൻ. ഇന്ന് അനേകരുടെ മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ മുഖം എത്ര വളരെ ഭാരത്തോടുകൂടി അവർ പാർക്കും നമുക്ക് മനസ്സിലാവും. ഒന്നിൽ കുടുംബത്തിൻ്റെതായ ചിന്തകൾ, അല്ലെങ്കിൽ അവരുടെ ഭവനത്തിൻ്റെതായ ചിന്തകൾ, അതല്ലെങ്കിൽ തലമുറകളെ കുറിച്ചുള്ള ഭാരങ്ങൾ, അതല്ലെങ്കിൽ സ്ഥിരതയില്ലാത്ത ജോലിയെ കുറിച്ചുള്ള ആകുല ചിന്തകൾ, അതല്ലെങ്കിൽ അടച്ചു തീരേണ്ട ലോണുകളെ കുറിച്ചുള്ള ഭാരങ്ങൾ, അതല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ കേൾക്കുന്നു പലരും പലവിധമായ രോഗങ്ങളാൽ പിടിക്കപ്പെട്ടിരിക്കുകയാണ്, രോഗങ്ങളെ കുറിച്ചുള്ള ഭാരം. അതോടൊപ്പം നാട്ടിൽ വിട്ടിട്ട് പോന്നിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, ചാർച്ചക്കാർ, അവരുടെ ആ സന്ധാരണത്തിന് വേണ്ടിയുള്ള കരുതൽ ചെയ്യുവാൻ കഴിയാതെ പോകുന്നതിന്റെ ഭാരങ്ങൾ. ഇതുപോലുള്ള ഭാരങ്ങളെ വഹിച്ചുകൊണ്ട് നീ യാത്ര ചെയ്യുമ്പോൾ ഇന്ന് രാത്രി എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ സകല ഭാരവും അവന്റെ മേലിട്ടുകൊള്ളുക, യേശുവിന്റെ മേലിടുക. അവൻ നിന്നെ നന്നായി പുലർത്തുന്ന ദൈവമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? കൂരിരുളുടെ അനുഭവം. വിശുദ്ധ വേദപുസ്തകം വായിക്കുമ്പോൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാർ ഒരുത്തി ഏലിശായോട് നിലവിളിച്ചു, നിന്റെ ദാസനായി എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാർ എന്റെ 2 മക്കളെ പിടിച്ച് അടിമകളാക്കാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഏലിശ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളെന്ന് ചോദിച്ചു. 1 ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെ വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളൊക്കെ എണ്ണ പകർന്ന് നിറഞ്ഞൊരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവൾ അവനെ വിട്ട് ചെന്ന് തന്റെ മക്കളോട് അകത്ത് കടന്നു, വാതിലടച്ചു. അവർ അവളുടെ അടുക്കൽ പാത്രങ്ങളെ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്റെ മകനോട്, ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട്, പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എണ്ണ നിന്നുപോയി. അവൾ ചെന്ന് ദൈവപുരുഷനോട് വസ്തുത അറിയിച്ചു. നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചുകൊള്ളാന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട കർത്താവിന്റെ പൈതലേ, ഒരു അഭിഷിക്തന്റെ കുടുംബത്തിന്റെ ദയനീയ അവസ്ഥയാണ് ഇവിടെ വിശുദ്ധ വേദപുസ്തകം വരച്ചു കാട്ടുന്നത്. ശക്തനായ പ്രവാചകനായിരിക്കുന്ന ഏലിശായോട് ചേർന്ന് നടന്ന ഒരു പ്രവാചകൻ, ആ പ്രവാചകന്റെ കുടുംബം യഹോവയെ വളരെയധികം, ദൈവത്തെ വളരെ സ്നേഹിച്ചിരുന്ന കുടുംബമാണ്. പക്ഷേ അപ്രതീക്ഷിതമായ ഒരു ദേഹവിയോഗം പ്രവാചകന് സംഭവിച്ചു. പ്രവാചകൻ മരിച്ചു. അവന്റെ ഭാര്യ വിധവയായി മാറി. അവന്റെ 2 കുഞ്ഞുങ്ങൾ അനാഥരായി. അവർ കൂരിരുളിന്റെ അനുഭവത്തിലേക്ക് മാറ്റപ്പെട്ടു. തലേ ദിവസം വരെ ഈ പ്രവാചകൻ കൊണ്ടുവരുന്ന നന്മകൾ ഭവനത്തിൽ ആസ്വദിച്ച് വളർന്നുകൊണ്ടിരുന്ന ഭാര്യ, തന്റെ കുഞ്ഞുങ്ങൾ അനാഥരായി പോവുകയാണ്. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യ. അവർ കൂരിലിന്റെ അനുഭവത്തിലേക്ക് മാറി. അല്പ സാമ്പത്തിക ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അത് നിമിത്തം കടക്കാർ വന്ന് തന്റെ മക്കളെ പിടിച്ച് അടിമയാക്കാൻ വന്നപ്പോൾ നിലവിളിയോടുകൂടി പ്രവാചകനായിരിക്കുന്ന ഏലിശായുടെ അടുത്ത് ഈ ദൈവത്തിന്റെ ദാസി കാര്യങ്ങൾ അവതരിപ്പിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കർത്താവിന്റെ പൈതലേ, ഈ ഡിവൈസിന്റെ പിൻപിൽ നീ ആയിരിക്കുമ്പോഴും നിന്റെ ഹൃദയത്തിന്റെ അകത്ത് നീ കരയുന്ന വിഷയങ്ങളുണ്ട്, നീ ഭാരപ്പെടുന്ന വിഷയങ്ങളുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഉറപ്പിക്കുക. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ അഭിഷിക്തനായിരിക്കുന്ന ഏലിശായുടെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ കാര്യങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകുകയും സ്വർഗത്തിലെ ദൈവം അവളുടെ ഭവനത്തിന്റെ അകത്ത് ഒരു വലിയ സമൃദ്ധിയുടെ കളമൊരുക്കുകയും ചെയ്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നമ്മുടെ സ്ഥിതിയെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമ്മെ ഈ ദേശത്ത് കൊണ്ടുവന്നത് നമ്മുടെ കഴിവുകൊണ്ടാണോ? ഒരിക്കലുമല്ല. നമ്മുടെ മിടുക്കൊണ്ടാണോ? അല്ല. നമ്മൾ ഇല്ലീഗലായിട്ട് വന്നതാണോ? അല്ല. ദൈവം
നമുക്ക് വേണ്ടി മുന്നമേ നമ്മുടെ പ്രാർത്ഥനയും കണ്ണുനീരും കണ്ട് വഴികൾ തുറന്നത് കൊണ്ടാണ് ഈ ഡിവൈസിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ രാജ്യത്ത് വരുവാൻ കഴിഞ്ഞത്. കഠിനാധ്വാനം ചെയ്യാനുള്ള ആരോഗ്യമുള്ളത് കൊണ്ടല്ലേ നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ കഠിനാധ്വാനം ചെയ്തുകൊണ്ടല്ലേ നമുക്ക് പണം ലഭിക്കുന്നത്. അതിന്റെ ഓഹരി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്നുണ്ടല്ലോ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്റെ നെടുവീർപ്പുകളെ ഞാൻ മാറ്റും, നിന്റെ കണ്ണുനീരിനെ ഞാൻ തുടയ്ക്കും. നീ കരഞ്ഞ നാളുകളിൽ ഒഴുക്കിയ കണ്ണുനീരിനെ തുരുത്തിയിൽ ശേഖരിച്ചു വെച്ച് ഞാൻ നിനക്ക് മറുപടി തരും. ഇന്ന് രാത്രി പരിശുദ്ധാത്മ പറയുക, ഇവിടെ പറയുന്നു, ദൈവത്തിന്റെ സന്നിധിയിൽ തകർക്കപ്പെട്ടവൾ, ഉടഞ്ഞവൾ, ദൈവത്തിന്റെ അഭിഷിക്തനോട് ചോദിച്ച ദൂതുപ്രകാരം, ദൈവത്തിന്റെ അഭിഷിക്തന്റെ ദൈവിക ദൂതുപ്രകാരം അവൾ പ്രവർത്തിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുടെ ഭവനത്തിന്റെ അകത്തെ നിന്നയെ, ദാരിദ്ര്യത്തെ, അവിടെ കുഞ്ഞുങ്ങളുടെ മേൽ ചുമത്തപ്പെട്ട അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ ഇടയായിത്തീർന്നെങ്കിൽ, ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങളെ, നമ്മുടെ അടിമത്തത്തെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ അടിമനുഖത്തിൽ ഇനിയും കുടുങ്ങുവാൻ ഒരിക്കലും ദൈവം അനുവദിക്കില്ല. നമ്മുടെ ക്ലേശങ്ങൾ ദൈവം നമ്മൾ പുറത്തെടുക്കുവാൻ ഇടയായിത്തീരും. നമുക്കറിയാം, രൂത്തിന്റെ പുസ്തകം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു, നവോമി ബേത്ലഹേമിലേക്ക് മടങ്ങി വരുമ്പോൾ അവളെ കണ്ടുകൊണ്ട്, ഇത് നമ്മുടെ നവോമി അല്ലയോ എന്ന് പറയുമ്പോൾ, നിങ്ങൾ അങ്ങനെ വിളിക്കരുത്, മാറ എന്ന് വിളിപ്പീൻ, കയ്പായത് എന്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുക. കാരണം ഞാൻ വളരെ പ്രതീക്ഷയോട് ജീവിതം ഒന്ന് കരുപ്പിടിക്കുവാൻ പ്രവാസ ലോകത്തിലേക്ക് പോയതാണ്. പക്ഷേ അവിടെ ഞാൻ തകർന്നു പോയിരിക്കുന്നു. എന്റെ ഭർത്താവ് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, എന്റെ കുഞ്ഞുങ്ങൾ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു, എനിക്ക് ആശ്രയിപ്പാൻ ആരുമില്ല. ഞാൻ ഈ പട്ടണത്തിലേക്ക് മടങ്ങി വരികയാണ് ഒരു ആശ്രയത്തിന് വേണ്ടി. അത് ബേത്ലഹേം എന്ന് പറഞ്ഞാൽ അപ്പത്തിന്റെ നാട്. അപ്പത്തിന്റെ നാട്ടിലേക്ക് ഞാൻ മടങ്ങി വരിക എന്ന് പറഞ്ഞ്, നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കരുത്, മാറ എന്ന് വിളിപ്പീൻ, ഞാൻ കയ്പായി തീർന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്. പക്ഷെ പ്രിയപ്പെട്ട കർത്താവിന്റെ പൈതലേ, അവളുടെ നിലവിളി നാട്ടുകാരല്ല കേട്ടത്. അവളുടെ നെടുവീർപ്പും കരച്ചിലും സ്വർഗത്തിലെ ദൈവം കേട്ടിട്ട് അവിടെ സംഭവിക്കുന്ന മഹാത്ഭുതം അറിയുമോ? യേശുവിന്റെ കുടുംബത്തിൽ പേര് വരുന്ന കുടുംബമായി എന്റെ സ്വർഗത്തിലെ ദൈവം ആ കുടുംബത്തെ മാറ്റുവാനിടയായി തീർന്നു. ഒരു ജാതീയ സ്ത്രീയാണ് രൂത്ത് എന്ന് മനസ്സിലാക്കണം. പക്ഷെ അവളിലൂടെ ഉണ്ടായ തലമുറകൾ മുൻപോട്ട് നിന്നപ്പോൾ യേശുവിന്റെ കുടുംബത്തോളം എത്തുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ചിക്കാഗോ പട്ടണത്തിന് നടുവിലായിരിക്കുന്ന കർത്താവിന്റെ പൊന്നോമന മക്കളെ, കയ്പായി എന്ന് തോന്നരുത്. ദൈവം അനുവദിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. നമ്മുടെ തലയിലെ ഒരു മുടി കൊഴിഞ്ഞാലും നമ്മുടെ കർത്താവ് നമ്മെ നന്നായി അറിയുന്നുണ്ട്. അവന്റെ മാറോട് പറ്റിച്ചേര് ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനിടയായിത്തീരും. എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ എന്റെ പിതാവ് എന്നെ എന്റെ ഭവനത്തിൽ നിന്ന് പുറത്താക്കി. എനിക്ക് പോകുവാൻ ഒരിടമില്ല. എനിക്ക് ലഭിക്കേണ്ടതായ എന്റെ പിതാവിന്റെ നന്മകൾ ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ തന്നില്ല. ഞാൻ നിസ്സഹനായി ഇറങ്ങിപ്പുറപ്പെട്ടു. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ മഹാകരുണയാൽ ആത്മിക യാത്ര എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നെ ഏറ്റെടുക്കുകയും അവിടെ ഭക്ഷണം എനിക്ക് നൽകുകയും അവിടെ ജോലി ചെയ്യുവാൻ അനുവദിക്കുകയും അവരെന്നെ ഒരു തിയോളജിക്കൽ കോളേജിൽ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, എന്നോട് പറഞ്ഞു ഒരു വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു ജീവിത പങ്കാളി നൽകി. അത്ഭുതം എന്ന് പറയട്ടെ, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യത്തെ കുഞ്ഞ് ഉണ്ടാകുമ്പോൾ ഞാൻ എന്റെ ഭാര്യയുടെ ഉദരത്തിന്റെ മേൽ കരം വെച്ച് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, എനിക്ക് നീ നൽകുന്നത് ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും ശരി, അതെന്റെ കർത്താവിനുള്ളത് ആദ്യ ഫലമാ, എന്റെ കർത്താവിനുള്ളതാണെന്ന് ഞാൻ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ ഞാനും എന്റെ ഭാര്യയും ഒന്നിച്ച് കരങ്ങൾ വയറിന് മുകളിൽ വെച്ച് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞങ്ങൾക്ക് ദൈവം ഒരു പെൺകുഞ്ഞിനെ നൽകി. അവൾക്ക് ഹന്ന റേച്ചൽ എന്ന് ഞങ്ങൾ പേരിട്ടു. നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ട കർത്താവിന്റെ പൈതലേ, കാലത്തിന്റെ നീക്കത്തിൽ കർണാടകത്തിൽ എന്റെ മലയാളം മെസ്സേജ് ഇംഗ്ലീഷിലേക്കും കന്നഡയിലേക്കും തമിഴിലേക്കും ഹിന്ദിയിലേക്കും തെലുങ്കിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ എന്റെ മകളെ സ്വർഗത്തിലെ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിച്ചു. ഇന്ന് ഹൈദരാബാദ് പട്ടണത്തിന്റെ നടുവിൽ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ആരാധന ലീഡ് ചെയ്യുവാനും അത് ഒന്നിച്ച് ശുശ്രൂഷ അനേകരെ ക്രിസ്തുവിലേക്ക് നടത്തുവാനും സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അവളുടെ ഹൈസ്കൂൾ പഠനകാലത്ത് അവളുടെ സ്കൂളിലെ അധ്യാപിക ആദ്യമായി കർത്താവിലേക്ക് കൊണ്ടുവന്ന കുടുംബം മുഴുവനും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നു. ഇന്നും കർത്താവിന്റെ കയ്യിൽ ശക്തോടെ ഉപയോഗിക്കുന്നു. കാരണം അന്ന് വിശ്വാസത്തോടെ ഞങ്ങളുടെ ഇല്ലായ്മയുടെ കാലത്തിൽ അപ്പന്റെ സ്വത്തോ സൗകര്യങ്ങളോ ഒന്നും ലഭിക്കാതെ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഒരു ദൈവ മനുഷ്യനെ പ്രവർത്തിച്ച് ഞങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കിയാൽ ഞങ്ങളുടെ തലമുറയുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം പകർന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി നൽകുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മുടെ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നിന്നെ കൂരിരുളിൽ വിട്ടിട്ടു പോകുവാൻ ദൈവത്തിന് മനസ്സില്ലെന്നേ.
നിന്നെ ഉപേക്ഷിച്ചിട്ട് പോകുവാൻ അവന് മനസ്സില്ലെന്നേ. പെറ്റ അമ്മ മറന്നാലും എന്റെ ദൈവം നിന്നെ മറക്കുകയില്ല. നിന്നെ ഒരു കാലത്തും അനാഥനായി വിടുകയില്ല. ദൈവത്തിന്റെ വചനം അങ്ങനെ തന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ട കർത്താവിന്റെ പൈലെ, രണ്ടാമതും എന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി. ഞാൻ വീണ്ടും അതേപോലെ തന്നെ കരം വെച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഇതും അങ്ങയ്ക്കുള്ളതാണ്. ഞാൻ എന്റെ ജീവിതം കർത്താവിന് വേണ്ടി നൽകി. എന്റെ പ്രിയപ്പെട്ടുള്ള ഞാൻ കർത്താവിന് വേണ്ടി നൽകി. എന്റെ മകളെ ഞാൻ അങ്ങയ്ക്ക് വേണ്ടി നൽകി. ഇനിയും ഉണ്ടാകുന്നത് ആണായാലും പെണ്ണായാലും എന്റെ കർത്താവിന് വേണ്ടിയുള്ളതാ. പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം എനിക്ക് കുഞ്ഞിനെ തന്നു. ജോനാഥാൻ ജോൺ, അവൻ എന്താ ചെയ്തറിയാമോ? ചെറുപ്രായത്തിൽ തന്നെ 3-4 ഇൻസ്ട്രുമെന്റ്സ് വായിക്കുവാൻ പഠിച്ചു. പല ഭാഷയിൽ സംസാരിക്കാൻ പഠിച്ചു. വിദേശത്തുനിന്ന് വരുന്ന, ഇവിടുത്തു നിന്ന് വരുന്ന ആൾക്കാരുടെ പ്രസംഗം കന്നഡയിലേക്കും മലയാളത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. അതുതന്നെയുമല്ല, അവൻ അനുഗ്രഹിക്കപ്പെട്ട ആരാധന ലീഡ് ചെയ്യുന്ന മനുഷ്യനായി മാറി. 17-ാമത്തെ വയസ്സിൽ തന്നെ ആദ്യത്തെ ചർച്ച് അവൻ സ്റ്റാർട്ട് ചെയ്തു. ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തു. ഓസ്ട്രേലിയൻ ഫാമിലി സെക്രട്ടറി ചർച്ചിലെ മെമ്പർ. ഇന്ന് പട്ടണത്തിൽ അറിയപ്പെടുന്ന പ്രധാനപ്പെട്ട സഭയുടെ അസോസിയേറ്റ് പാസ്റ്ററായിട്ട് അവൻ പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ ആ ദേശത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുക. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നറിയാമോ? ഞാൻ നിരാശയോടെ, കണ്ണുനീരോടെ, ഹൃദയം ഉടഞ്ഞവനായി, ദൈവമേ, എനിക്ക് ആരുമില്ലല്ലോ എന്ന് നിലവിളിച്ചുകൊണ്ട് എന്റെ ഭവനത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി പുറപ്പെട്ട കാലങ്ങളിൽ എന്നെ ഉപേക്ഷിച്ച് കളയാത്ത ദൈവം എനിക്കൊരു മനോഹരമായ കുടുംബം പണിയുവാൻ എന്നെ സഹായിച്ചു. എന്റെ തലമുറകളെ കർത്താവിന്റെ സന്നിധിയിൽ കൊണ്ടുവരാൻ അനുവദിച്ചു. ഇവിടെ പറയുകയാണ്, നീ കൂരിരുളിന്റെ അനുഭവത്തിൽ, ഇരുട്ടിന്റെ അനുഭവത്തിൽ, ജീവിതത്തിന്റെ ആശ നഷ്ടപ്പെട്ട അനുഭവത്തിലൂടെ കടന്നുപോയാലും നിനക്ക് ഭാരപ്പെടേണ്ട കാര്യമില്ല. നിന്റെ ഭാരങ്ങളെ വഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് തന്നെയുമല്ല, ആ കൂരിലിന്റെ അനുഭവത്തിനെ ചേർത്ത് പിടിക്കുക ചെയ്യും. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. മർക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വായിക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ തളർന്നു പോയ ഒരു സഹോദരിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എല്ലാവരും അവളെ കുറിച്ച് പ്രസംഗിക്കുന്നവർ കേട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൾ അടച്ചിട്ടിരിക്കുന്ന യഹൂദന്റെ ന്യായപ്രമാണം അനുസരിച്ച് രക്തസ്രാവമുള്ള സ്ത്രീക്ക് പുറത്തിറങ്ങി നടക്കുവാൻ പാടില്ല, പാത്രങ്ങളിൽ തൊടാൻ പാടില്ല, ഒരു സാധനത്തിൽ സ്പർശിക്കാൻ പാടില്ല, വ്യക്തികളെ സ്പർശിക്കാൻ പാടില്ല. അവളുടെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ആശ നഷ്ടപ്പെട്ടവളായി മുറിക്കുള്ളിലെ ഇരുട്ടിനകത്തില് ഇരിക്കുമ്പോൾ അവൾ ഒരു ശബ്ദം കേട്ടു, യേശു ആ വഴിയെ വരുന്നു. എന്താണ് സംഭവിക്കുന്നത്? അവൾ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, ഇന്ന് എന്റെ സൗഖ്യത്തിന്റെ ദിവസമാണ്. എന്റെ ദൈവം എന്നെ തൊടും. ഞാൻ യേശുവിൽ വിശ്വസിക്കുന്നു. അവന്റെ വസ്ത്രത്തിന്റെ തോങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരുന്ന വിശ്വാസത്തോട് അവൾ പുറപ്പെട്ട് ചെല്ലുന്ന നമുക്ക് കാണാൻ കഴിയും. ആ വാക്യം വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധയോടുകൂടി വായിക്കണം. അതിന്റെ പിൻപിലെ ഛേദവികാരം മനസ്സിലാക്കണം. ഇന്ന് അനേക ഫെസിലിറ്റീസ് അതിനെ തടയുവാനുണ്ട്. പക്ഷെ ആ കാലഘട്ടത്തിൽ അത്ര മോശമായ ഒരു സാഹചര്യത്തിൽ, ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തിൽ ആ മോശമായ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സഹോദരി പറയുകയാണ്, ഞാൻ ആ മനുഷ്യന്റെ വസ്ത്രത്തിൽ തൊടും. തൊട്ടാൽ എന്താണ് സംഭവിക്കുന്നത്? ശുദ്ധീകരണം പ്രാപിക്കണം, പുരോഹിതനെ കാണണം, വേർപെട്ടിരിക്കണം, ഭവനത്തിൽ കയറാൻ പാടില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തോങ്ങൽ തൊട്ടപ്പോൾ അവളുടെ മേൽ സൗഖ്യം ഇറങ്ങുവാനായി തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഈ ഡിവൈസിന്റെ പിൻപിലിരിക്കുന്ന കർത്താവിന്റെ പൊന്നോമന മക്കളെ, പരിശുദ്ധാത്മാവിന് കൈമാറുവാനുള്ള സന്ദേശം ഇതാണ്. ദൈവം നിങ്ങളെ മറന്നു കളയുന്ന ദൈവമല്ല, നിങ്ങളെ ഇരുട്ടിൽ തള്ളിക്കളഞ്ഞിട്ട് പോകുന്ന ദൈവമല്ല, ശൂന്യതയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്ന കർത്താവല്ല, നിങ്ങളുടെ പ്രതിസന്ധികളുടെ നടുവിൽ ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണ്. ലോക പ്രശസ്ത സുവിശേഷകനായിരിക്കുന്ന ബില്ലി ഗ്രഹാം ഒരു എന്റെ ഭവനത്തിന്റെ അകത്ത്, ഞാൻ ആ വീടുകളൊക്കെ പോയി സന്ദർശിക്കുവാനിടയായി തീർന്നു. ആ ഭവനത്തിന്റെ അകത്തിരുന്ന് താൻ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപറ്റം പോലീസുകാർ ആ ഭവനത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനെ ഞങ്ങൾക്ക് വേണം. അദ്ദേഹം ഡ്രഗ്സ് ഉപയോഗിച്ച് വളരെ മറ്റുള്ളവരെ മിസ്യൂസ് ചെയ്യുന്ന ഒരു അവസ്ഥയിൽ വന്നിരിക്കുന്നു. അതുകൊണ്ട് അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ബില്ലി ഗ്രഹാം പറഞ്ഞു, യെസ് സാർ, നിങ്ങൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാം. മകനെ വിളിച്ച് അറസ്റ്റ് ചെയ്തു. മനസ്സിലാക്കണം, ഒരേ ഒരു മകൻ ഫ്രാങ്ക്ലിൻ ഗ്രഹാം, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ തീർന്നു. എന്താണ് സംഭവിച്ചത്? താൻ വളരെ ധീരതയോടെ തന്റെ മകനെ ജയിലിലേക്ക് അയച്ചു. പക്ഷേ ആ പിതാവ് പ്രാർത്ഥന മുറിയിലേക്ക് അയാളോട് പറഞ്ഞു, കർത്താവേ, അങ്ങ് എനിക്ക് തന്ന മകന ഇസഹാക്കിനെ പോലെ എനിക്ക് തന്നതാണ്. അവനെ എനിക്ക് ആവശ്യമുണ്ട്. അങ്ങയുടെ രാജ്യത്തിനും അവനെ ആവശ്യമുണ്ട്. കാലത്തിന്റെ നീക്കത്തിൽ നിങ്ങൾക്കറിയാമോ,
തന്റെ പാപ വഴികളെ വിട്ട് ഒരു അഭിഷിക്തന്റെ ആ കണ്ണുനീരുള്ള പ്രാർത്ഥന കേട്ട ദൈവം ആ തലമുറയെ മടക്കി നൽകാനാണ് ഇന്ന് ലോകം മുഴുവനും സുവിശേഷീകരണം നടത്തുവാൻ മൈ ഹോപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ, ബില്ലി ഗ്രഹാം ഇവാഞ്ചലിസ്റ്റിക് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിലൂടെ, അത് നമുക്കറിയാം, സമരിറ്റൻ പേഴ്സ് എന്ന് പറയുന്ന കുഞ്ഞുങ്ങളുടെ പ്രവർത്തനത്തിലൂടെ കോടിക്കണക്കിന് രൂപ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത് അനേകം ഫിലിമുകൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് ലോകം മുഴുവൻ സുവിശേഷം എത്തിക്കുന്ന ഒരു നല്ല യൗവനക്കാരനായി സ്വർഗത്തിൽ ദൈവം മാറ്റി എന്തുകൊണ്ടെന്നറിയാമോ? കൂരിരുളിന്റെ അനുഭവത്തിലൂടെ അവൻ കടന്നുപോയപ്പോൾ അവന്റെ പിൻപിൽ പ്രാർത്ഥിച്ച പിതാവിന്റെ കണ്ണുനീര് കണ്ട ദൈവം അവനെ മടക്കിക്കൊണ്ടുവന്നെങ്കിൽ ഇന്ന് തലമുറകളുടെ മേൽ ദൈവത്തിന്റെ അഭിഷേകം പകരാൻ പോവുക. നിന്റെ ഭവനത്തിന്റെ അകത്ത് നിന്റെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെ പോവുകയാണ്. 128 ദിവസം വരുന്നവൻ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കുന്ന ഒരു നല്ല തലമുറയെ ദൈവം ഇന്ന് രാത്രിക്കാലം എഴുന്നേൽപ്പിക്കാൻ പോവുക. കാരണം നിന്റെ കൂരിരുളിനെ ഇന്ന് രാത്രി ദൈവം മാറ്റും. പ്രിയപ്പെട്ട കർത്താവിന്റെ പൈലേ, ഇവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, 12 വർഷം കൂരിലൂടെ കടന്നുപോയവൾ സൗഖ്യത്തോടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. എന്റെ യേശു അവളെ സൗഖ്യമാക്കി. എന്റെ ജീവിതത്തിൽ അനേക കൂരിലുടെ അനുഭവം ഉണ്ടായിരുന്നു. ഞാൻ എന്റെ ഭവനത്തിൽ ഇറങ്ങി പുറപ്പെട്ട് എന്റെ ഭാര്യയോടും കുഞ്ഞുങ്ങളോടും മലബാറിൽ ഞാൻ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ നല്ല ആഹാരത്തിനോ നല്ല വസ്ത്രത്തിനോ നിർവാഹമില്ല. ആദിവാസികളിലാണ് പ്രവർത്തിക്കുന്നത്. അനേകർ പഴയ തുണി ഞങ്ങൾക്ക് കയറ്റി വിടും. ഞങ്ങളത് KSRTC ബസ് സ്റ്റാൻഡിൽ പോയി എടുത്തോണ്ട് വന്നിട്ട് അതിനകത്തിൽ നല്ലത് നോക്കിയെടുത്ത് ഞങ്ങളത് ധരിക്കുമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കുമായിരുന്നു. പ്രിയപ്പെട്ട കർത്താവിന്റെ വേല ആ കഷ്ടതയുടെ നടുവിൽ വെച്ച് ഞങ്ങളുടെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ ബാംഗ്ലൂർ പട്ടണത്തിലുള്ള ഒരു സഭയിലെ പാസ്റ്ററായിട്ട് എന്നെ ക്ഷണിച്ചു. 18 വർഷം ഒരു സഭയുടെ മാത്രം പാസ്റ്ററായി ബാംഗ്ലൂർ പട്ടണത്തിലായിരുന്നു. എന്നാൽ കോവിഡ് കാലത്ത് ഞങ്ങളുടെ സഭയിലൊക്കെയും വളരെ പ്രതിസന്ധി, എല്ലായിടത്തും പ്രതിസന്ധി. ഞങ്ങളുടെ സഭയിൽ പ്രതിസന്ധി ഉണ്ടായി. ഞങ്ങൾ എല്ലാവരും പല സ്ഥലങ്ങളിൽ പോയി. മലയാളികളെല്ലാം തിരിച്ച് നാടുകളിൽ പോയി, വിദേശ രാജ്യങ്ങളിലേക്ക് പോയി. കന്നഡക്കാരും തമിഴരും ഒക്കെയും അവരുടെ ദേശങ്ങളിലേക്ക് മാറി. ഞങ്ങളുടെ സഭ വളരെ ശുഷ്കിച്ച ഒരു സഭയെ മാറ്റപ്പെട്ടു. സാമ്പത്തികമായിട്ട് വളരെ ക്ലേശങ്ങൾ ഉണ്ടായി. അങ്ങനെ ഞങ്ങൾ വളരെ വേദനയോടെ, കർത്താവെ ഞങ്ങൾ എന്തു ചെയ്യും? കണ്ണുനീരിന്റെ അനുഭവമാണ്. കൂരിലിന്റെ അനുഭവത്തിൽ സഹായിപ്പാൻ ആരുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ മകനെ ഈ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലുള്ള എബി എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ വിളിച്ചു. അദ്ദേഹം നമുക്കറിയാം TJ ഷൗമൽ പാസ്റ്ററിന്റെ മകനാ എബി. അസംബ്ലി സുഗോളിന്റെ കേരളത്തിലെ സൂപ്രണ്ടായിരിക്കുന്ന TJ ഷൗമൽ പാസ്റ്ററിന്റെ മകൻ എബി വിളിച്ചിട്ട് എന്റെ മകനോട് പറഞ്ഞു, മോനെ, എല്ലാ സൺഡേയിലും വൈകിട്ട് നീ വർഷിപ്പ് ലീഡ് ചെയ്യണം. കാരണം ഇവിടെ കോവിഡ് ആയതുകൊണ്ട് ഞങ്ങൾക്കും സഭയിലേക്ക് പോകുവാൻ കഴിയുന്നില്ല. നീ ആരാധന ലീഡ് ചെയ്യണം. സൂമിലൂടെ നമ്മളത് ലീഡ് ചെയ്യും. 1.5 വർഷം സൂമിലൂടെ ആരാധന ലീഡ് ചെയ്തു. എല്ലാ മാസവും ഈ ദൈവത്തിന്റെ ദാസൻ ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കും. ഞങ്ങളുടെ വാടക കിട്ടി, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, ഞങ്ങളുടെ വീടിന് വെളിയിൽ ഞങ്ങൾക്ക് പോകാൻ കഴിഞ്ഞു, ഞങ്ങളുടെ കറണ്ട് ചാർജ് കിട്ടി, ഞങ്ങളുടെ വെള്ളത്തിന്റെ ഞങ്ങളുടെ ഫോൺ ചാർജ് ചെയ്തു. ആ ഒറ്റ മനുഷ്യനെ കൊണ്ട് 1.5 വർഷം, TJ ഷൗമൽ പാസ്റ്ററിന്റെ മകൻ എബിയെ കൊണ്ട് 1.5 വർഷം ദൈവം ഞങ്ങളുടെ സന്ധാരണം നടത്തി. കാരണം എന്നറിയാമോ? ഞങ്ങളെ മറന്നു കളയുന്ന ദൈവമല്ല. കൂരിരുളിന്റെ അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, ഞങ്ങളുടെ എല്ലാ സോഴ്സുകളും അടഞ്ഞു പോയപ്പോൾ, ഞങ്ങളെ സഹായിപ്പാൻ ആരുമില്ലാത്തപ്പോൾ, എവിടെയോ ഉള്ള ഒരു ദൈവത്തിന്റെ ഭൃത്യനെ ദൈവം എഴുന്നേൽപ്പിച്ച് സറാഫത്തിലെ വിധവയെ തൃപ്തിപ്പെടുത്തുവാൻ അയച്ചതുപോലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി വഴി തുറക്കുവാനേ തീർന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന കർത്താവിന്റെ പൊന്നവന് മക്കളെ, അവൻ നമ്മെ മറന്നു കളയുന്ന ദൈവമല്ല. 34-ാമത്തെ സങ്കീർത്തനം 18-ാമത്തെ വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ വിടുവിക്കുന്നു. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, ചതഞ്ഞ ഓട ഒടിക്കാത്ത പുകയുന്ന തിരിയെ കെടുത്തിക്കളയാത്തൊരു നല്ല ദൈവത്തെ കുറിച്ച്. ഇന്ന് രാത്രി നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാം, നമ്മുടെ തലകളെ ഒന്ന് വണക്കാം. അല്പസമയം കൂടെ നമ്മുടെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമുക്ക് താഴ്ത്തി സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഈ മനോഹരമായ സൂം മീറ്റിംഗ് ഒരുപക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ചിക്കാഗോയുടെ വിവിധ പാടിലായിരിക്കും. ഞാൻ ഡാളസിൽ ഇരുന്നു കൊണ്ടാണ് ഈ സൂം മീറ്റിംഗ് ചെയ്യുന്നത്. നമുക്കൊന്നിച്ച് ഈ ദേശത്തിലൂടെ പ്രാർത്ഥിക്കാം. ഈ നാളെ എന്ന് പറയുന്ന ദിവസം അമേരിക്കയുടെ ഹൃദയത്തിലുണ്ടായ വലിയ മുറിവിന്റെ ദിവസമാണ്. സെപ്റ്റംബർ 11 ജീവിതത്തിൽ വലിയ മുറിവുകൾ അറിയാതെ നിഷ്കളങ്കരായ ആയിരക്കണക്കിന് ജീവിതങ്ങൾ
തീയിലേക്ക് ബന്ധമർന്ന ഒരു ദിവസം കൂടിയാണ്. എങ്കിലും ഈ പട്ടണത്തെ, ഈ ദേശത്തെ ദൈവം വിട്ടുകളഞ്ഞില്ല. ദേശത്തെ ജനത്തിന്റെ നടുവിൽ ദൈവം ഉണർവുകളെ അയച്ചുകൊണ്ടിരുന്നു. അനേക പ്രിയപ്പെട്ടവർ ഈ ദേശത്തെ കൊണ്ടുവന്നു. മനോഹരമായ സഭകൾ, എത്ര വലിയ വലിയ സഭകൾ. ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ നന്മകളാണല്ലോ ഭാരതദേശത്ത് ലക്ഷക്കണക്കിന് സഭകൾ പടുത്തുയർത്തുവാനിടയായി തീർന്നത്. നമുക്ക് ഈ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ചിക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ സൂ മീറ്റിംഗിൽ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന കർത്താവിന്റെ പൊന്നമക്കളൊക്കെ നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിലുണ്ട്. പരിശുദ്ധാത്മാവ് സംസാരിക്കാനായിട്ട് പോകുക. പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഹൃദയത്തോട് ഇടപെടുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വം നമ്മുടെ നടുവിലേക്ക് ഇറങ്ങിയ ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട്, നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം, നമ്മെ ശക്തീകരിക്കുന്ന കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. നെടുവീർപ്പോടെ കഴിക്കുന്ന പ്രാർത്ഥന ഇന്ന് രാത്രി കേൾക്കും. കണ്ണുനീരോട് അവന്റെ സന്നിധിയിൽ കഴിക്കുന്ന യാചനകൾ ദൈവം കേൾക്കും. ഇന്ന് രാത്രി നിങ്ങളുടെ മനസ്സിനേറ്റ മുറിവുകളെ എന്റെ ദൈവം കരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തുണ്ടായ ആഴമേറിയ വേദനകളെ എന്റെ ദൈവം എടുത്തു മാറ്റുക. പ്രിയപ്പെട്ട കർത്താവിന്റെ മേലെ പലപ്പോഴും മറ്റുള്ളവർ കാണാതെ നിന്റെ കണ്ണിനെ നീ തുടച്ചിട്ടുണ്ട്. അത് കണ്ണുനീര് കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. പല മേഖലകളിൽ നിന്ന് സമർത്ഥങ്ങൾ, പല മേഖലയിൽ നിന്ന് കുറ്റപ്പെടുത്തലുകൾ, പല മേഖലകളിൽ വന്ന പരാജയങ്ങൾ, വീഴ്ചകൾ നിന്റെ കണ്ണിനെ ഈറനണിയിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി എന്റെ യേശു നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ പോവുക. നിങ്ങൾക്കറിയാമോ, കാൽവരി ക്രൂശിൽ അവൻ തകർക്കപ്പെട്ടു. അവസാനത്തുള്ള രക്തം എന്റെയും നിന്റെയും പാപത്തിന് പരിഹാരമായി ഊറ്റിത്തന്നു. അതുല്യമായ ഒരു സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് പകരുകയായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, യോഹന്നാൻ അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്, കാൺമീന്ന ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹം നമ്മുടെ ജീവിതത്തിലേക്ക് നൽകി. ഇന്ന് രാത്രി ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി സമർപ്പിക്കും. ഒരുപക്ഷെ നിങ്ങൾ പറയുകയാണ്, ഞാൻ രക്ഷിക്കപ്പെട്ട ദൈവ പൈതല, ഞാൻ സ്നാനപ്പെട്ട വ്യക്തിയാ, ഞാൻ അഭിഷേകം പ്രാപിച്ചവളാ, ഞാനൊരു സഭയുടെ അംഗമാണെന്നൊക്കെയും പറയുന്നുണ്ടാകാം. പക്ഷെ ഇന്ന് രാത്രി കർത്താവിന് എന്നെയും നിന്നെ ആവശ്യമാണ്. നമ്മെ സമ്പൂർണ്ണമായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്നുക. എല്ലാ കണ്ണുകളും ഒന്ന് അടയട്ടെ. എല്ലാവരും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ച്, കർത്താവേ ഇന്ന് രാത്രി എനിക്ക് അങ്ങേ ആവശ്യമാണ്. കർത്താവിന്റെ മുന്നിൽ കരങ്ങളിലേക്ക് ഒന്ന് താഴ്ത്തി സമർപ്പിക്കാം. നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കാം. കർത്താവേ, ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥന ഗ്രൂപ്പ് എല്ലാ ചൊവ്വാഴ്ചയും ഒന്നിച്ചു വന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി അവരോടൊന്നിച്ച് പ്രാർത്ഥിക്കുവാൻ എനിക്കും ഭാഗ്യം ലഭിച്ചു. ഈ ഡിവൈസിന്റെ പിൻപിലിരിക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങയുടെ അഭിഷിക്ത ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഒരുപക്ഷെ അവർ കടന്നു പോകുന്ന കനൽ വഴികളുണ്ട് കർത്താവേ, അവർ കടന്നു പോകുന്ന പരുവരുത്ത പാതകളുണ്ട് കർത്താവേ, മറ്റുള്ളവരോട് പറയുവാൻ കഴിയാത്ത നെടുവീർപ്പുകളുണ്ട് കർത്താവേ, അവരുടെ ഉള്ളത്തെ ഞെരുക്കുന്ന നൊമ്പരങ്ങളുണ്ട് കർത്താവേ, അവരുടെ മുറിവിനേറ്റ ഹൃദയത്തിനേറ്റ മുറിവുകളുണ്ട് കർത്താവേ. എന്നാൽ ഇന്ന് രാത്രി കാൽവരി ക്രൂശിൽ അങ്ങ് തകർക്കപ്പെട്ടു. അവസാനം രക്തവരെ അങ്ങയുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഊറ്റിക്കൊടുത്ത കർത്താവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി ഒരു വിടുതൽ സംഭവിക്കട്ടെ. അവരുടെ കർത്താവർക്ക് വിരോധം നിൽക്കുന്ന ബന്ധനങ്ങൾ അഴിയട്ടെ. പൈശാചിക മണ്ഡലങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഉടച്ചു മാറ്റുക. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തി ഈ ഡിവൈസിന്റെ പിൻപിൽ ഇറങ്ങട്ടെ കർത്താവ്. കുടുംബത്തിൽ ഇറങ്ങട്ടെ, അവരുടെ തലമുറ മേൽ ഇറങ്ങട്ടെ, അവരുടെ ഉപജീവന മാർഗത്തിന്റെ മേൽ ഇറങ്ങട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഒരു വലിയ ദൈവപ്രവർത്തനം സംഭവിക്കട്ടെ കർത്താവേ. കർത്താവെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട അനീഷ് പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ലീഡ് ചെയ്യുന്ന ഗോസ് പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇതിന്റെ പിൻപിൽ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ട നന്ദി പറയുന്നു. ഇന്ന് രാത്രി അനുഗ്രഹിക്കണം. വീണ്ടും ഒന്നിച്ച് താഴ്ത്തുന്നു പ്രാർത്ഥന. നന്ദി യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ.